പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഐറ്റമാണ്. അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിപ്പോൾ പബ്ജി കളിക്കാറില്ല. ഒരുപാട് ആൾക്കാർ പബ്ജി കളിക്കാനായിട്ട് വിളിക്കാറുണ്ട്. ഞാൻ പബ്ജി കളിക്കാൻ വരാറില്ല. പബ്ജി കളിക്കാതിരിക്കാനുള്ള കാരണം ഇവനാണ്. ഒരു ഒന്നൊന്നര ഐറ്റമാണ്. 168 ഗെയിമുള്ളൊരു സംഭവമാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നിങ്ങൾ ഈ പെട്ടി നിങ്ങൾ മേടിക്കുകയാണെങ്കിലുണ്ടല്ലോ ചിലപ്പോൾ പബ്ജി കളി നിർത്തിയെന്ന് വരും. ഒരു 168 ഗെയിം ഉള്ള ഒരു ഐറ്റമാണ് ഈ ബോക്സിലിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാനും റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ഐറ്റമാണ്. അപ്പം ഈ ഒരു ഐറ്റം എന്താണെന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ ഒരു സംഭവം റിവ്യൂ ചെയ്യാനായിട്ട് അയച്ചു തന്നിരിക്കുന്നത് ഗിയർ ബസ്റ്റുകാരാണ്. ഈ ഒരു സംഭവത്തിന് 1000 രൂപ വിലയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം. 168 ഗെയിം 1000 രൂപയിൽ വിശ്വസിക്കാൻ പറ്റുമോ? വീഡിയോ മുഴുവൻ കണ്ടാൽ മതി. കിടുക്കാച്ചി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിലാണ് ഇങ്ങനെയുള്ള ഐറ്റമൊക്കെ വരുമ്പോൾ ആദ്യമേ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എനിക്കൊന്നും മലയാളത്തിലൊന്നും ഇതുപോലുള്ള ഐറ്റമൊന്നും അങ്ങനെ ആരും റിവ്യൂ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് തല്ലി പൊട്ടിച്ച് ഇതിനുള്ള എന്താണ് ഇരിക്കുന്നതെന്നും ഇതിനുള്ള 168 ഗെയിമുകളെ ഏതൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് പരിചയപ്പെടാം. നൊസ്റ്റാൾജിയ ഫീൽ അടിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ചിലപ്പോൾ നൊസ്റ്റൊക്കെ അടിക്കും നിങ്ങളും. അപ്പോൾ നമുക്ക് എന്താണെന്നും വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. റെട്രോ FC പ്ലസ് എന്നാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 168 ഗെയിമാണ് ഇതിൽ വരുന്നത്. അതായത് നമ്മൾ പണ്ട് കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ TV-യിൽ ഗെയിം കളിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു മോഡിഫൈഡ് വെർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ സൈഡിലായിട്ടൊക്കെ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാനായിട്ടൊരു കത്തി വേണം. എടാ ഒരു കത്തിയും എടുത്ത്. ഇത് മതി. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ കത്തിയൊന്നും കിട്ടിയില്ല. അതുകൊണ്ടൊരു അരിവാൾ വെച്ചാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അരിവാൾ വെച്ച് നിന്ന് കട്ട് ചെയ്ത് നമുക്ക് വലിയ കത്തിയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കത്തി ഉപയോഗിച്ചാണ് നമ്മൾ കട്ട് ചെയ്തത്. ഓക്കെ, നമുക്ക് പോകുന്നില്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ദേ നമ്മൾ അയച്ചു. ഹായ് ഇതാണ് നമ്മുടെ ഐറ്റം കൂട്ടിലുണ്ട്. പിന്നീട് ഈ ബോക്സിൽ എന്താണ് ഉള്ളത് നോക്കാം. നമുക്കൊരു യൂസർ മാനുവലൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. വളരെ മികച്ചൊരു പാക്കേജിലാണ് ഐറ്റം വരുന്നത്. യൂസർ മാനുവൽ നമുക്കിതിൻ്റെ ആവശ്യമില്ല. പിന്നീട് നമുക്കിത് ചാർജ് ചെയ്യുന്നുള്ള ഐറ്റവും അതുപോലെ തന്നെ നമുക്ക് TV-യുമായിട്ട് കണക്ട് ചെയ്യുന്നുള്ള ഐറ്റവും ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് പണ്ട് കളിച്ച പോലെ TV-യിൽ കണക്ട് ചെയ്ത് കളിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് TV-യിൽ കണക്ട് ചെയ്തും കളിക്കാം. അപ്പം ഇതാണ് നമ്മുടെ ജഗജില്ലി ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ചെറിയൊരു ഫോൺ പോലെ ഇരിക്കും. നമുക്ക് പണ്ട് കളിച്ചുകൊണ്ടിരുന്ന ഈ 60 രൂപയുടെ 70 രൂപയുടെയൊക്കെ ഗെയിമിൻ്റെ എന്താ പറയുക, അതിന് നമ്മൾ ഗെയിം കളിക്കില്ലേ, ആ ഒരു സെറ്റപ്പ് ഉണ്ട്. പക്ഷേ കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. ഇത് നോക്കിയുടെ ഒക്കെ ടൈപ്പ് ഒരു ബാറ്ററിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ MIയുടെ പുതിയൊരു ഫോൺ വരുന്നു എന്ന് പറഞ്ഞ് കേട്ടിരുന്നു. അതായത് ഉള്ളിലുള്ള എല്ലാം കാണുന്ന ഒരു സംഭവം. അത് വന്നോന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. ചിലപ്പോൾ വന്ന് കാണും. അപ്പോൾ അതുപോലെയൊക്കെയാണ് ഇരിക്കുന്നത്. ഉള്ളിലെ സംഭവങ്ങളൊക്കെ നമുക്കിവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. എനിവേ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്കിനി ഈ പ്രൊഡക്റ്റ് ഒന്ന് ഓൺ ചെയ്ത് ബാക്കി കാര്യങ്ങളൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റം ഞാനിവിടെ ഓണാക്കാനായിട്ട് പോവുകയാണ്. ഹെവി മ്യൂസിക്കൊക്കെയാണ് വരുന്നത്. തൽക്കാലം ഞാൻ ആ മ്യൂസിക് കുറച്ച് വെച്ചു, അല്ലെങ്കിൽ വല്ല കോപ്പിറൈറ്റ് മേടിച്ചാൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഏറ്റവും മുകളിലായിട്ടാണ് ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹെഡ്സെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നുള്ളൊരു പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് TV-യിലോട്ട് കണക്ട് ചെയ്യുന്നുള്ള പോർട്ടും ഏറ്റവും മുകളിലായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നീട് നമുക്ക് ഇവിടെയുള്ള കട്ടകൾ നമുക്ക് പറയാതെ തന്നെ അറിയാം ഇത് കളിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. താഴെയാണൊരു സ്പീക്കർ വരുന്നത്. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയ ട്യൂണുകളൊക്കെയാണ് ഈ സ്പീക്കറിൽ നിന്ന് വരുന്നത്. തൽക്കാലം ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരുന്നില്ല. കേൾപ്പിച്ച് തന്നാൽ വല്ല വള്ളി ആയാലും ഓർത്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഗെയിമുകളൊക്കെ എങ്ങനെയാണ് കളിക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പം ഇതാണ് സിമ്പിൾ ഐറ്റമാണ്. 168 ഗെയിമുള്ളൊരു ഐറ്റമാണ്. നിങ്ങൾ ഈ ഒരു സംഭവം ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ആരെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ താഴെ നിന്ന് ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഗെയിം കളിക്കുന്ന വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞ് കാണിച്ചു തരാം. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 1000 രൂപയാണ്. എന്നിരുന്നാലും നമ്മുടെ മാർക്കറ്റിൽ ഈ ഒരു ഐറ്റം, ഇങ്ങനൊരു ഐറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചൈനീസ് മാർക്കറ്റിൽ മാത്രമാണ് അവൈലബിൾ ആയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇനി ഇതിലെ ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് ഗെയിമുകളും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കോൺട്രയൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് കോൺട്രയൊക്കെ ഒന്ന് കളിച്ച് കോൺട്രയാവുമെന്ന് കണ്ടു നോക്കാം. അപ്പം ഈ ഒരു ഐറ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. ഞാൻ പറയാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒരു ഐറ്റം കളിക്കാനായിട്ട് മേടിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പോൾ എല്ലാ ചെറിയ കുട്ടികളുടെയും കയ്യിൽ മൊബൈൽ പോലുള്ള ഐറ്റങ്ങളാണ് കളിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് റേഡിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഐറ്റം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഒരു 1000 രൂപ മാത്രം കൊടുത്താൽ മതി. പിന്നീട് നൊസ്റ്റാൾജിക് ഫീലുള്ള ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ഐറ്റം
ട്രൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരുപാട് ഗെയിമുകളുണ്ട്. ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കോൺട്ര മാത്രമാണ് കളിച്ച് നിങ്ങളെ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഇതിൽ ഒരുപാട് ഗെയിമുകൾ അവർ കൊടുത്തിട്ടുണ്ട്. മാരിയോ ഉണ്ട്, അതുപോലെ തന്നെ ഫുട്ബോൾ, ക്രിക്കറ്റ്, അങ്ങനെ ഒത്തിരി ഷൂട്ടിംഗ് ഗെയിമുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പണ്ടത്തെ നമ്മുടെ ടി വി കളിക്കുന്ന എല്ലാ ഗെയിമുകളും ഇപ്പോൾ നമുക്ക് ചെറിയൊരു മൊബൈലിൻ്റെ അത്രയും വലുപ്പമുള്ള ഒരു ഡിവൈസിൽ കളിക്കാൻ സാധിക്കുന്നത്. അതാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് സിമ്പിളായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. എനിവേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. ഇതുപോലുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയ നൊസ്റ്റാൾജിക് ഐറ്റങ്ങൾ നമ്മുടെ ചാനലിലൂടെ ഇനി നമ്മൾ അവതരിപ്പിക്കുന്നതായിരിക്കും. എനിവേ ഇന്നത്തെ ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഇതിൻ്റെ വില എങ്ങനെയുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ താഴെയുള്ള ലിങ്കിൽ പോയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എത്ര രൂപയ്ക്കാണ് ലഭിക്കുന്നതെന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് 1000 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ താഴെ കൊടുത്തിരുന്ന ലിങ്കിലൂടെ പർച്ചേസ് ചെയ്യുന്നവർക്ക് കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളും കൂടെ നിങ്ങളുടെ റേറ്റ് എത്രയാണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. എനിവേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ ഗൈസ്.